ഇന്ന് പോകുന്നത് ഐരാവതേശ്വര ക്ഷേത്രത്തിലേക്കാണ്. ക്ഷേത്രത്തിന് ചുറ്റും വിശാലമായ പുൽത്തകിടിയും നിറയെ തണൽ മരങ്ങളും ആണ് നമ്മെ ആദ്യം സ്വീകരിക്കുന്നത്. മരത്തണലിൽ വിശ്രമിച്ച് ക്ഷീണമകറ്റി ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. മോഹൻലാൽ, ഭാനുപ്രിയ, നെടുമുടി വേണു, ശ്രീവിദ്യ തുടങ്ങിയവർ അഭിനയിച്ച രാജശില്പി എന്ന പ്രശസ്ത ചിത്രം ഇവിടെയാണ് ഷൂട്ട് ചെയ്തത്. കുറേ നടന്നാലേ നമുക്ക് ക്ഷേത്രത്തിനടുത്ത് ചെല്ലുവാൻ പറ്റൂ. ആ കാണുന്നത് പഴയ എൻട്രൻസ് ആണ്, മുഴുവൻ തകർന്നു കിടക്കുന്നു. വിശാലമായ പുൽത്തകിടിയും അതിനപ്പുറം ക്ഷേത്രവും. ആ സ്റ്റെപ്പ് ഇറങ്ങിച്ചെല്ലുമ്പോൾ കാണുന്നതാണ് ഐരാവതേശ്വര ക്ഷേത്രത്തിലെ സപ്തസ്വരങ്ങൾ പുറപ്പെടുവിക്കുന്ന അത്ഭുത പടികൾ. അത് പ്രത്യേകം ബന്ധവസ്ഥാക്കി വെച്ചേക്കുകയാണ്. കേടുപാടുകൾ സംഭവിച്ചതിനാൽ സുരക്ഷിതമായി സൂക്ഷിച്ചിരിക്കുകയാണ്. നിരവധി ശില്പങ്ങളാൽ നിറഞ്ഞ ഈ ക്ഷേത്രത്തിന് ഓരോ ശില്പങ്ങൾക്കും ഓരോ സ്റ്റോറിയുണ്ട്. തഞ്ചാവൂർ ജില്ലയിലെ കുംഭകോണത്തിനടുത്തുള്ള ധാരാസുരം എന്ന സ്ഥലത്താണ് ഐരാവതേശ്വർ കോവിൽ സ്ഥിതി ചെയ്യുന്നത്. ദ്രാവിഡ വാസ്തുവിദ്യാ ശൈലിയിൽ നിർമ്മിച്ച ഇവിടുത്തെ പ്രതിഷ്ഠ മഹാദേവൻ്റെയാണ്. രാജരാജ ചോളൻ രണ്ടാമനാണ് 12ാം നൂറ്റാണ്ടിൽ ഈ ക്ഷേത്രം നിർമ്മിച്ചത്. വിവരണം നൽകുന്നതിന് കഴിഞ്ഞും ഇത് നേരിട്ട് കാണുന്നതായിരിക്കും നമ്മെ അത്ഭുതപ്പെടുത്തുന്നത്. അത്രയ്ക്ക് മനോഹരവും അത്ഭുതങ്ങൾ നിറഞ്ഞതുമായ ശില്പങ്ങളാണ് ഇവിടെ ഉള്ളത്. ലക്ഷക്കണക്കിന് ശില്പങ്ങൾ കൊണ്ട് അലങ്കരിച്ചതാണ് ഈ ക്ഷേത്രം. രാമായണ മഹാഭാരത കഥാസന്ദർഭങ്ങൾ കൊത്തിവെച്ചിരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. കടുകിട തെറ്റാതെ വാസ്തുശാസ്ത്രപരമായി നിർമ്മിച്ച മനോഹരമായ ഈ ക്ഷേത്രമാണ്
ഇത് പഴയ കാലത്തെ ഒരു ഡെലിവറിയെ കാണിക്കുന്ന ചിത്രമാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ഒരു ഡെലിവറി ചിത്രം കൊത്തിവെച്ചിരിക്കുന്നു. രഥത്തിൻ്റെ ആകൃതിയിലുള്ള പടികൾ ഇനി ഐതിഹ്യത്തിലേക്ക്. പുരാണങ്ങളിൽ പരാമർശിക്കപ്പെടുന്ന വെള്ള നിറത്തിലുള്ള ഒരു ആനയാണ് ഐരാവതം. ദുർവാസാവ് മഹർഷിയുടെ ശാപത്തെ തുടർന്ന് ഐരാവതത്തിന് വെളുപ്പ് നിറം നഷ്ടപ്പെട്ടു. നിറം തിരിച്ചു കിട്ടുന്നതിന് വേണ്ടി ഐരാവതം ഈ സ്ഥലത്ത് വച്ച് ശിവനെ തപസ് ചെയ്തു. ശിവൻ്റെ നിർദ്ദേശപ്രകാരം ഇവിടുത്തെ കുളത്തിൽ ഇറങ്ങിയ ഐരാവതത്തിന് വെളുപ്പ് നിറം തിരിച്ചു കിട്ടി എന്നാണ് കഥ. ഐരാവതത്തിൻ്റെ ദുഃഖം അകറ്റിയതിനാൽ ശിവനെ ഐരാവതേശ്വരൻ എന്നും വിളിക്കുന്നു. ആരെയും അത്ഭുതപ്പെടുത്തുന്ന ഈ കൊത്തുപണികൾ നേരിട്ട് കാണുക തന്നെ വേണം. ഓരോ തൂണിലും മനോഹരമായ കൊത്തുപണികൾ കൊണ്ട് നിറച്ചിരിക്കുന്നു. കരിങ്കൽപ്പാളികൾ കൊണ്ട് കൊത്തുപണികൾ തീർത്ത മനോഹര സീലിങ്ങുകൾ, കരിങ്കൽപ്പാളികൾ വിരിച്ച തറകൾ, നിരവധി കൊത്തുപണികളും കരിങ്കൽ തൂണുകൾ എല്ലാം കണ്ടുകൊണ്ട് മുന്നോട്ട്. ക്ഷേത്രത്തിൻ്റെ വടക്കുഭാഗത്തായി പെരിയനായകി അമ്മൻ കോവിൽ സ്ഥിതി ചെയ്യുന്നു. ശിവൻ്റെ പത്നിയായ പാർവതീദേവിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ഒരു ഗണപതിയുടെ ശില്പമാണത്. പൂണൂൽ ധരിച്ചിരിക്കുന്ന ഗണപതിയെയാണ് അവിടെ കൊത്തിവെച്ചിരിക്കുന്നത്. ഏറ്റവും ചെറിയ ഗണപതി വിഗ്രഹമാണത്. ആയിരത്തി 1987 യുനെസ്കോ ഈ ക്ഷേത്രത്തെ ലോക പൈതൃക സ്ഥാനങ്ങളിൽ ഒന്നായി പ്രഖ്യാപിച്ചു. അനേകം തീർത്ഥാടകർ എത്തുന്ന ഒരു പുണ്യസ്ഥലം കൂടിയാണ് ഇവിടം. വിശാലമായ ചുറ്റമ്പലം 6 അടിയിലധികം ഉയരത്തിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. എവിടെ നോക്കിയാലും ആരെയും അതിശയിപ്പിക്കുന്ന ശില്പങ്ങൾ കൊണ്ട് സമ്പന്നമാണ് ഇവിടം. ശിവലിംഗത്തിൽ തീർത്തയൊരു പ്രതിമയാണ് നമ്മൾ കാണുന്നത്. ഈ കാണുന്നതാണ് രാത്രിയിൽ ദീപം തെളിയിക്കുന്ന ഒരു സംഭവമായിരുന്നത്. ആ ചുറ്റിലുള്ള വട്ടത്തിൽ വെള്ളം നിറച്ചിട്ട് അതിൻ്റെ നടുക്ക് ഒരു തിരി കത്തിച്ച് വെക്കും. അപ്പോൾ ആ വെട്ടം രാത്രിയിൽ ആ പ്രദേശം മുഴുവൻ പരക്കുമെന്നാണ് ഗൈഡിൽ നിന്നും അറിയുവാൻ സാധിച്ചത്.
ആ കാണുന്നത് കല്ലിൽ തീർത്ത ഒരു ടാങ്കാണ്. ചുറ്റിനും കൊത്തുപണികളുണ്ട്. ക്ഷേത്രത്തിൻ്റെ അകത്തു നിന്നും വരുന്ന ജലം ഇതിലേക്കാണ് വീഴുന്നത്. വിശാലമായ ഒരു ഇടനാഴിയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. നിറയെ കൽത്തൂണുകൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. എന്തൊക്കെ പറഞ്ഞാലും ഇവിടെ വന്ന് നേരിൽ കാണുക തന്നെ വേണം. എന്നാലേ ഇതിൻ്റെ യഥാർത്ഥ ഭംഗി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. താഴികക്കുടത്തിൽ നിറയെ കൊത്തുപണികൾ ചെയ്തിരിക്കുന്നു. ഒറ്റക്കല്ലിൽ ആണ് ഇത് ചെയ്തേക്കുന്നത്. കായ്ച്ചു കിടക്കുന്നൊരു കൂവളമാണ് ആ പച്ച നിറത്തിൽ കാണുന്നത്. വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സഹായിക്കുമല്ലോ. ഒരു ആനയും ഒരു കാളയും ഇടയും കൂടിയുള്ളൊരു ശില്പമാണ് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ഒരു അപൂർവ കാഴ്ചയാണത്.